ഈശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക്ക് തപസ് കാലത്തിലെ രണ്ടാമത്തെ ആഴ്ച. നമ്മുടെ കർത്താവിശോയുടെ രൂപാന്തരീകരണമാണ് നമ്മളിവിടെ വായിക്കുന്ന സുവിശേഷ ഭാഗം. നമുക്കറിയാം, രൂപാന്തരീകരണത്തിനൊരു പ്രത്യേക തിരുനാളൊക്കെ തിരുസഭയിലുണ്ട്. പക്ഷേ തപസ്സാചരണത്തിൻ്റെ രണ്ടാമത്തെ ആഴ്ചയിൽ നമ്മൾ രൂപാന്തരീകരണത്തിൻ്റെ മലയിലാണ്. സുവിശേഷത്തിൽ അത് വ്യക്തമായിട്ട് പറയുന്നില്ലെങ്കിൽ താബോർ ആണ് ആ മലയെന്ന് വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. അപ്പോൾ ഓർക്കേണ്ടത്, ആദ്യത്തെ ഞായറാഴ്ചയിൽ നമ്മൾ മരുഭൂമിയിലായിരുന്നെങ്കിൽ രണ്ടാമത്തെ ആഴ്ചയിൽ നമ്മളൊരു മലയിലാണ്. ആദ്യത്തെ ഞായറാഴ്ചയിൽ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടൊരവസ്ഥയിലായിരുന്നു നമ്മൾ. ആ നോമ്പൊക്കെ തുടങ്ങുമ്പോൾ ഉള്ളൊരു ആദ്യത്തെ ഒരു അസ്വസ്ഥതകളും പ്രശ്നങ്ങളും പ്രലോഭനങ്ങളും ഒക്കെ രണ്ടാമത്തെ ആഴ്ചയിലേക്ക് എത്തുമ്പോൾ കുറച്ചുകൂടി ഒന്ന് പ്രാർത്ഥനയിലേക്ക് കടന്നു എന്നുള്ളതാണ്. ഈ മരുഭൂമിയിൽ നിന്ന് മലയിലേക്ക് എത്തിയെന്ന് പറയുന്നുണ്ട്. ഈ മരുഭൂമി എപ്പോഴും അതിൻ്റെ ഒരു പരീക്ഷണങ്ങളുടെ ഇടമാണ്, അല്ലെങ്കിൽ ദുരിതങ്ങളുടെ ഇടമാണ്. അത് താണ്ടിപ്പോയാൽ മാത്രമേ കാനാൻ ദേശത്തെത്തിയുള്ളൂ എന്ന് പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. മരുഭൂമിയിലൂടെയുള്ള യാത്രയൊക്കെ വായിക്കുന്നുണ്ട്. എന്നാൽ മല മുകളിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ എപ്പോഴും അതൊരു ശാന്തിയുടെയും ദൈവസാന്നിധ്യത്തിൻ്റെയും ധ്യാനത്തിൻ്റെയും ഒക്കെ ചൈതന്യം തുളുമ്പുന്നൊരിടം, അല്ലെങ്കിൽ ഭൂതലത്തിൽ നിന്നും സ്വർഗത്തിലേക്ക് അടുത്ത് നിൽക്കുന്നൊരിടം. ഇങ്ങനെയാണ് മല നമ്മൾ കാണുന്നത്. മലയിലെ പ്രസംഗം, താബോർ മല, കാൽവരി മല, സ്വർഗാരോഹണം, ഇതൊക്കെ നമ്മൾ ഈ മലയുമായി ബന്ധപ്പെട്ട് നമ്മൾ കാണുന്ന സംഭവങ്ങളാണ്. പഴയ നിയമത്തിലേക്ക് പോകുമ്പോഴത്തേക്ക് ആ മലമുകളിലേക്ക്, കുന്നിൻ്റെ മുകളിലേക്ക് നിറച്ച നോയയുടെ പെട്ടകം മുതൽ പിന്നീട് മൊറിയ മലയും ഹോറേബ് മലയും കാർമൽ മലയും സീനായ് മലയും തുടങ്ങി അനേകം ദൈവസാന്നിധ്യത്തിൻ്റെ ഇടങ്ങളായിട്ട് നമ്മൾ മലകൾ കാണുന്നുണ്ട്. എന്താണെങ്കിലും ഇവിടെ ഈശോ ഈ ശിഷ്യന്മാരെയും വിളിച്ചുകൊണ്ട്, ഈ സെലക്റ്റഡ് ശിഷ്യന്മാരാണ് പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, ഇവരെ വിളിച്ചുകൊണ്ട്, സത്യത്തിൽ ഇതിന് ഈ സെലക്ഷനും ഒരു പ്രാധാന്യം നമുക്ക് കാണാൻ സാധിക്കും. പത്രോസ് എന്ന് പറയപ്പെടുന്നത് നേതാവാണ്, യോഹന്നാൻ വെളിപാടുകളുടെ അപ്പോസ്റ്റലാണ്, യാക്കോബ് ആദ്യ സാക്ഷിയും അതുപോലെ തന്നെ ഒരു പ്രാക്ടിക്കൽ സ്പിരിച്വാലിറ്റിയുടെ വക്താവുകയാണ്. എങ്ങനെ ഈ ആത്മീയത ജീവിക്കണം എന്നൊക്കെ പഠിപ്പിക്കുന്ന ഒരാളായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ രൂപാന്തരീകരണം നടക്കുന്നു. നമുക്കറിയാം, അത് ഈശോ ഇങ്ങനെ മോശയും ഏലിയായുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. തോറ, നബിയും കെത്തുബിയും, തെനാക്ക് എന്ന് പറയുന്നതിൻ്റെ ഒരു വിവരണം. മോശ തോറയുടെ വക്താവാണ്, നിയമത്തിൻ്റെ വക്താവാണ്. എലിയ നബിയുമിൻ്റെ വക്താവാണ്, പ്രവാചകന്മാരുടെ വക്താവാണ്. ഈശോ കെത്തുബീമിൻ്റെ വക്താവാണ്. അങ്ങനെയാണ് അതിനെ കാണേണ്ടത്. അതിന് അങ്ങനെ ഒരു ആ ഒരു തെനാക്കുന്ന രീതിയിൽ വായിച്ചെടുക്കുമ്പോൾ നമ്മൾ അങ്ങനെ തന്നെ കാണും. കെത്തുബീം എന്ന് പറഞ്ഞാൽ ജ്ഞാനലിഖിതങ്ങൾ, ജ്ഞാനസൂക്തങ്ങൾ എന്നാണ്. ജ്ഞാനത്തിൻ്റെ പുസ്തകങ്ങളെ വിളിക്കുന്ന പേരാണ് കെത്തുബീം എന്നുള്ളത്. പ്രഭാഷകൻ, സങ്കീർത്തനങ്ങൾ, സുഭാഷിതങ്ങൾ, ജ്ഞാനം, ഉത്തമഗീതം, ഇങ്ങനെ വരുന്ന പുസ്തകങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ എന്താണ് ജ്ഞാനം? പരമമായ ജ്ഞാനം അത് സ്നേഹം തന്നെയാണ് ഈശോ വെളിപ്പെടുത്തുക. ഈ മൂന്നാളുകൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ഇത് കഴിഞ്ഞ ആഴ്ചയിലെ മരുഭൂമിയുടെ സെക്കൻഡ് പാർട്ടാണ് ഈ മലയിലെ രൂപാന്തരീകരണം എന്ന് പറയപ്പെടുന്നത്. നമ്മൾ മൂന്ന് കാര്യങ്ങൾ അവിടെ കണ്ടത്. അപ്പത്തിൻ്റെയും ആരാധനയുടെയും അത്ഭുതത്തിൻ്റെയും പേരിൽ നടക്കുന്ന പ്രലോഭനങ്ങൾ, അതിനെ മറികടക്കുന്നത് ഈശോ വചനം കൊണ്ടാണ്. നമ്മൾ ഇവിടെ എത്തുമ്പോൾ ഈ മൂന്ന് വ്യക്തികൾ, തോറ, എന്താണ് ഈ തോറ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ മോശയെ നമ്മളൊന്ന് ഓർക്കേണ്ടതായിട്ടുണ്ട്. മോശ സീക്കിംഗ് ദ പവർ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ശക്തി തിരയുന്നവനാണ്. ദൈവത്തിൻ്റെ മുഖം ആരായെന്നെങ്കിലും ആ മുഖം അയാൾക്ക് കാണാൻ സാധിച്ചിട്ടില്ല. മോശ കണ്ടെത്തിയൊരു കാര്യമുണ്ട്, ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ പ്രാഭവം, എക്സ്ട്രാ ഡൊമിനി, ദൈവത്തിൻ്റെ വലതുകരത്തിൻ്റെ ശക്തി തിരിച്ചറിഞ്ഞ ആളാണ് മോശ. അപ്പോൾ മോശ തിരിച്ചറിയുന്ന ഈ തോറ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഈ പഞ്ചഗ്രന്ഥത്തെ അങ്ങനെ വിളിക്കുന്നുണ്ട്. ആദ്യത്തെ 5 പുസ്തകങ്ങൾ ബൈബിളിൽ പറയുന്ന ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യർ, സംഖ്യ, നിയമാവർത്തനം തുടങ്ങിയ പുസ്തകങ്ങൾ. അപ്പോൾ ഇത് ഈ 5 പുസ്തകങ്ങളുമായിട്ട് ബന്ധപ്പെട്ട തോറ എന്ന് പറയുന്നു. മോശ എഴുതിയതാണ് ഒരു പാരമ്പര്യം. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിയമം പഠിക്കുക, നിയമം അനുസരിച്ച് ജീവിക്കുക. 10 കൽപ്പനകളെന്ന് പറയുന്ന സീനാമലയെ വെച്ച് കിട്ടിയ കൽപ്പനകൾ മാത്രമല്ല, അതിൻ്റെ ഉപനിയമങ്ങളും നിയമ വ്യാഖ്യാനങ്ങളും നിയമ വകഭേദങ്ങളും ഒക്കെ ചേർന്ന് ഒരു 613 നിയമങ്ങളുണ്ടെന്നാണ് പറയുന്നത്. ഈ മോശയിൽ നിന്ന് കിട്ടിയ നിയമങ്ങൾ പിന്നീട് പറയുന്നതനുസരിച്ച്. അപ്പോൾ ഇത് 365 അരുതെന്ന് പറയുന്ന നിയമങ്ങളും ബാക്കി ചെയ്യണം എന്ന് പറയുന്ന നിയമങ്ങളും ചേർന്ന് 613 നിയമങ്ങളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. എന്താണെങ്കിലും ഈ നിയമങ്ങൾ യഹൂദരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട വസ്തുതയാണ്. പക്ഷേ ഈശോയുടെ തലത്തിലേക്ക് എത്തുമ്പോൾ ഈ നിയമത്തെ ഈശോ പുതുക്കിയ,
എന്താണ് ഈ നിയമം? നിയമത്തിൻ്റെ അന്തസ്ഥത്തിലേക്ക് പോവുക. ഈ നിയമമൊക്കെ ഇല്ലാതാക്കാനല്ല ഞാൻ വന്നിരിക്കുന്നത്, പക്ഷെ അത് പൂർത്തിയാക്കാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈശോ പറയുന്നുണ്ട്. വ്യക്തമായിട്ടും ഈശോ പറയുന്നൊരു കാര്യം നമ്മൾ ഈ ലൂക്കായുടെ സുവിശേഷത്തിൽ തന്നെ 16-ാം അധ്യായത്തിലെ 16-ാം വാക്യമുണ്ട്. ആ വാക്യം ഇങ്ങനെയാണ്: യോഹന്നാൻ്റെ കാലം വരെ ആയിരുന്നു നിയമവും പ്രവാചകന്മാരും. അത് കഴിഞ്ഞ് പിന്നീട് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷമാണ് പ്രഘോഷിക്കപ്പെടേണ്ടത്. അതായത് ഈ രണ്ട് കാര്യങ്ങളെ ഇല്ലാതെയാക്കാതെ തന്നെ അതിങ്ങനെ നിലനിർത്തിക്കൊണ്ട് തന്നെ അതിനെ ഫുൾഫിൽ ചെയ്ത് അതിനെ പൂർത്തീകരിക്കത്തക്ക രീതിയിൽ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം സ്നേഹത്തെക്കുറിച്ച് ഈശോ സംസാരിച്ചു തുടങ്ങുന്നു. ഇതുണ്ട്, ഇതിനെ ഒന്നും തകർത്ത് കളയുന്നില്ല, പക്ഷേ ഇതിനെ സ്നേഹം കൊണ്ട് ഡിഫൈൻ ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്, വ്യാഖ്യാനിക്കാൻ അല്ലെങ്കിൽ നിർവചിക്കാൻ ശ്രമിക്കുന്ന ഇടപെടലാണ് ഈശോ നടത്തുന്നത്. അതാണ് ഈശോയുടെ ആ പരസ്യജീവിത കാലഘട്ടത്തിലുടനീളം നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ മോശയും ഏലിയയുമായിട്ട് ഈശോ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിയമം വേണം, പക്ഷേ അതിനെ എങ്ങനെ സ്നേഹം കൊണ്ട് വായിച്ചെടുക്കാൻ സാധിക്കും, നിയമത്തെ എങ്ങനെ സ്നേഹം കൊണ്ട് വായിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ അതൊരു ബേർഡൻ ആകുന്നില്ല. ഈശോ പറയുന്നുണ്ടല്ലോ, ഈ എൻ്റെ മുഖം വഹിക്കാൻ എളുപ്പമുള്ളതും ചുവട് ഭാരം കുറഞ്ഞതാണെന്ന് പറയുന്നത്. അക്കാലഘട്ടത്തിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ മുഖം എടുക്കാൻ ഉള്ള ഭാരമെന്ന് പറയുന്നത് നിയമം തന്നെയായിരുന്നു. പക്ഷെ അതിനെ സ്നേഹം കൊണ്ട് വായിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ അത് ലഘുവായി മാറുന്നു എന്നുള്ളതാണ്. അത്രയും ഭാരമില്ലാതായി മാറുന്നു. എൻ്റെ മുഖം വഹിക്കാൻ എളുപ്പമുള്ളതും ചുവട് ഭാരം കുറഞ്ഞതുമായി മാറുന്നു എന്ന് പറയുമ്പോൾ സ്നേഹം കൊണ്ട് നിയമങ്ങളേക്ക് വായിച്ചെടുക്കുക, സ്നേഹം കൊണ്ടൊരു കാര്യങ്ങളെ വായിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ അത് ഭാരമല്ലാതായി മാറും എന്നാണ് ഈശോ വ്യക്തമാക്കുന്നത്. ഇവിടെ ദ പവർ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ പ്രാഭവം തിരിച്ചറിയാൻ വേണ്ടിയുള്ള അന്വേഷണത്തിലാണ് മോശ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ കത്തിജ്വലിക്കുന്നതും എന്നാൽ ചാരമായി മാറാത്തതുമായ മുൾപ്പടർപ്പിൽ തുടങ്ങുന്ന മോശയുടെ യാത്ര, അതുതന്നെ ദൈവത്തിൻ്റെ ശക്തി ഇതിലേക്കുന്ന സംഭവമാണ്. പിന്നീട് അങ്ങോട്ട് ആ മഹാമാരികളും ചെങ്കടൽ ഭേദിക്കുന്നതും പെസഹായും മരുഭൂമിയിലൂടെയുള്ള യാത്രയും പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിസ്തംഭമായും ഉള്ള വഴിനടത്തലും മന്ന വർഷിക്കുന്നതും ജെറീക്കോ കോട്ടയുടെ മതിലുകൾ തകർക്കുന്നതും ഇങ്ങനെ ഇതിലുടനീളം ഈ പുറപ്പാട് എന്ന് പറയപ്പെടുന്നൊരു സംഭവത്തിലുടനീളം നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ്. സത്യത്തിൽ ഈ മല കയറിപ്പോകുന്നു എന്ന് പറയപ്പെടുന്ന സംഭവം, ഈ താബോർ മലയിലേക്ക് കയറിപ്പോകുന്ന സംഭവം, അത് കഴിഞ്ഞിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്, അവൻ മഹത്വത്തോടുകൂടെ കാണപ്പെട്ടു, അടുത്തു തന്നെ ജെറുസലേമിൽ പൂർത്തിയാകേണ്ട അവൻ്റെ പുറപ്പാടിനെ കുറിച്ചാണ് അവർ സംസാരിച്ചുകൊണ്ടിരുന്നത്. അവരെന്താ സംസാരിച്ചെന്ന് പറയുന്നുണ്ട്. മോശയും ഏലിയായും ഈശോയോട് സംസാരിച്ചുകൊണ്ടിരുന്ന കാര്യം എന്താ, ആ ടോപ്പിക് എന്താണെന്ന് പറയുന്നുണ്ട്, പുറപ്പാടിനെ കുറിച്ചാണെന്ന് പറയുന്നത്. ഇപ്പോൾ പഠന ബൈബിൾ പറയുന്നതനുസരിച്ചാണെങ്കിൽ എക്സോദോസ് എന്ന് പറയപ്പെടുന്ന ഗ്രീക്ക് വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ഈശോ കാൽവരി മലയിലേക്ക് കുരിശുമായി നടത്താനിരിക്കുന്ന യാത്രയെ പുറപ്പാട് എന്ന് പറഞ്ഞുകൊണ്ട് മോശയും ഏലിയായും ഈശോയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. എക്സോദസ്, അതിൽ നിന്നാണ് എക്സോഡസ് എന്ന് പറയപ്പെടുന്ന വാക്ക്, ഈ പുറപ്പാടെന്ന് പറയപ്പെടുന്ന വാക്ക്, ആ പേര് ആ രണ്ടാമത്തെ ഗ്രന്ഥത്തിന് കിട്ടുന്നത് എക്സോദസ് ഗ്രീക്ക് വാക്കാണ്. അപ്പോൾ അത് ഇങ്ങനെ ഈശോ നടത്താൻ പോകുന്നൊരു പുറപ്പാടിനെ കുറിച്ച് മോശ സംസാരിച്ചുകൊണ്ടിരിക്കുക ആണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അത് ഈ സീനായി മലയിലേക്ക് നിയമം തേടിയൊരു യാത്ര, ദൈവത്തിൻ്റെ ശക്തിയാകുന്ന നിയമം തേടിയൊരു യാത്ര, ദൈവത്തിൻ്റെ ശക്തിയാണ് നിയമം എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ ശക്തിയാകുന്ന നിയമം തേടിയൊരു യാത്ര നടത്തിയ മോശയുടെ യാത്രയുടെ സെക്കൻഡ് പാർട്ട്, അത് പുതിയ വിമോചകനായ മോശയാകുന്ന യേശു കാൽവരി മലയിലേക്ക് നടത്തുന്ന യാത്രയിൽ അവിടെ ആ സ്നേഹത്തിൻ്റെ ഉടമ്പടി സ്ഥാപിച്ചുകൊണ്ട് അവിടെ സ്നേഹത്തിൻ്റെ കൽപ്പന, ആ ഒറ്റക്കൽപ്പന, ആ പരമപ്രധാനമായ ഒറ്റക്കൽപ്പന ഈശോ ആ കുരിശിൽ പ്രഖ്യാപിക്കാൻ പോയി. അതാണ് എക്സോദസ് എന്ന് പറയപ്പെടുന്നത്. 2, നമ്മൾ സീക്കിംഗ് ദ മൈൻഡ് ഓഫ് ഗോഡ് എന്നുള്ളതാണ് നബിയും എലിയ ചെയ്യുന്നത്. എലിയ ഈ ഹോറേബിലേക്കുള്ള യാത്രയും നടത്തുന്നുണ്ടല്ലോ. നമ്മൾ 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം 9-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ആ ഹോറേബിലെത്തിയ എലിയായോട് ദൈവം ചോദിക്കുന്നുണ്ട്, എലിയ നീ ഇവിടെ എന്ത് ചെയ്യുകയാണ്? സൈന്യങ്ങളുടെ കർത്താവായ ദൈവത്തിനെ കുറിച്ചുള്ള തീക്ഷ്ണതയാൽ ഞാൻ ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ ദൈവത്തിൻ്റെ മനസ്സറിയാൻ ശ്രമിക്കുക. ആരാണ് ഈ പ്രവാചകൻ? സീക്കിംഗ് ദ മൈൻഡ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ മനസ്സറിയാൻ ശ്രമം നടത്തുന്നതിൻ്റെ പേരാണ്. ദൈവത്തിൻ്റെ മനസ്സറിയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ്, അല്ലെങ്കിൽ ആ മനസ്സറിഞ്ഞിട്ട് ദൈവത്തിൻ്റെ മൗത്ത് പീസായി മാറുന്നവനാണ് പ്രോഫറ്റ് എന്ന് പറയുന്നതിന് 2 വാക്കുകളാണ് പറയുന്നത്. 1 ദൈവത്തിൻ്റെ മനസ്സറിയാനുള്ള ശ്രമം നടത്തുന്നവൻ, 2 ദൈവത്തിൻ്റെ വായായി മാറുന്നവൻ. ദൈവം എന്തോ പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, അതൊക്കെ ഈ മനുഷ്യരോട് വിളിച്ചു പറയാനായിട്ട് ദൈവത്തിൻ്റെ വായായി മാറുന്നവനാണ് പ്രോഫറ്റ്. അപ്പോൾ ഇങ്ങനെ പ്രോഫറ്റിക് ഇടപെടൽ നടത്തുന്ന എലിയായെ നമ്മൾ വായിക്കുമ്പോൾ അയാളിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്: സീക്കിംഗ് ദ മൈൻഡ് ഓഫ് ഗോഡ്.
മോശ സീക്കിങ് ദ പവർ ഓഫ് ഗോഡ് ആണെങ്കിൽ രണ്ടാമതും എലിയ സീക്കിങ് ദ മൈൻഡ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ മനസ്സറിയാനുള്ള ശ്രമം. ഈ തപസ്സിൻ്റെ ഒരു പ്രവൃത്തി എന്തെന്ന് ചോദിച്ചാൽ സീക്കിങ് ദ പവർ ഓഫ് ഗോഡ്. അത് നമ്മുടെ ഉപവാസത്തിലൂടെ നമ്മൾ സാധ്യമാക്കുന്നത്. ദൈവത്തിൻ്റെ ശക്തി നമ്മളിൽ തന്നെ തിരിച്ചറിയാൻ ശ്രമം നടത്തുന്നത് നമുക്ക് ആ ഒരു ഉപവാസത്തിലൂടെയൊക്കെ നമ്മുടെ ഒരു കപ്പാസിറ്റി നമ്മൾ അളക്കിയ അർത്ഥത്തിൽ അങ്ങനെ ഒരു സംഭവമൊക്കെ ഉണ്ട്. നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ വേണ്ടെന്ന് വയ്ക്കുന്നില്ല, വളരെ ബുദ്ധിമുട്ടുള്ള ചില കാര്യങ്ങളൊക്കെ വേണ്ടെന്ന് വെച്ച് നമ്മുടെ ശക്തി തെളിയിക്കാനായിട്ടൊരു ശ്രമം കൂടിയാണ് ഈ സീക്കിങ് ദ പവർ ഓഫ് ഗോഡ് വിത്തിൻ. അതാണ് ഉപവാസം എന്നൊക്കെ പറയുന്നത്, ഫാസ്റ്റിംഗ്. രണ്ടാമത് നമ്മൾ സീക്കിങ് ദ മൈൻഡ് ഓഫ് ഗോഡ് എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. സീക്കിങ് ദ മൈൻഡ് ഓഫ് ഗോഡ്, പ്രാർത്ഥന. ആ പ്രാർത്ഥനയിലൂടെ ഏലിയ ഇങ്ങനെ ജ്വലിച്ച് ഹൊറേബിലും കാർമലിലും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞിട്ട് അത് വിളിച്ചു പറയുക, ദൈവജനമേ നീ ദൈവത്തിൽ നിന്ന് വിദൂരത്താണ്, നിങ്ങൾ ഐഡൽട്രി, ആ വിഗ്രഹാരാധനയിലും അനുസരണക്കേടിലുമാണ് ജീവിക്കുന്നതെന്നൊക്കെ വിളിച്ചു പറയാനായിട്ട് ഏലിയ ശ്രമിക്കുന്ന ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞിട്ടാണ്. ആ പ്രാർത്ഥനയിലൂടെ ദൈവത്തിൻ്റെ മനസ്സറിയുക എന്നുള്ളത്, പ്രാർത്ഥനയിലൂടെ ദൈവത്തിൻ്റെ മനസ്സ് മാറ്റുക എന്നൊരു ഏർപ്പാടിലാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കിങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട്, ദൈവം അത് നിശ്ചയിച്ചിരിക്കുന്നതാണ്, എന്നാൽ ഞാൻ പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ മനസ്സ് മാറ്റിയിട്ട് ഇതൊക്കെ നേടിയെടുക്കാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ ഇതൊക്കെ മാറ്റിക്കളയാൻ ശ്രമിക്കുന്നത്. ദൈവത്തിൻ്റെ മനസ്സ് മാറ്റാനുള്ള ശ്രമമാണ് നമ്മുടെ പ്രാർത്ഥന. പക്ഷേ ഏലിയ നമ്മളെ പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട്, തപസ്സാചരണത്തിനെങ്കിലും നമ്മുടെ പ്രാർത്ഥന ദൈവത്തിൻ്റെ മനസ്സറിയാനുള്ള പ്രാർത്ഥനയാണ്. ദൈവത്തിൻ്റെ മനസ്സറിയാനായിട്ട് ശ്രമിക്കുക, പ്രാർത്ഥന, ഉപവാസം, പ്രാർത്ഥന. മൂന്നാമത് നടുക്ക് നിൽക്കുന്ന ആൾ കെത്തുബീമാണ്, വിസ്ഡമാണ്, ക്രിസ്തു. അതിനാണ് പ്രാധാന്യം യഥാർത്ഥത്തിൽ. ആ വിസ്ഡമാണ്, ആ ജ്ഞാനം കൊണ്ടാണ് യഥാർത്ഥത്തിൽ നിയമത്തെയും പ്രവചനങ്ങളെയും വായിച്ചെടുക്കേണ്ടതായിട്ടുള്ളത്. എന്താ ജ്ഞാനം എന്ന് ചോദിച്ചാൽ അത് സ്നേഹമാണ്. ഈശോ പറയുന്നുണ്ടല്ലോ മത്തായിയുടെ സുവിശേഷം 7:14 വാക്യത്തിൽ, നിയമവും പ്രവാചകന്മാരും. എന്താണ് നിയമവും പ്രവാചകന്മാരും? മറ്റുള്ളവർ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണമെന്ന് ആഗ്രഹിക്കുന്നു, നിങ്ങളത് മറ്റുള്ളവരോട് ചെയ്യുക, സ്നേഹം. ഇതാണ് നിയമവും പ്രവാചകന്മാരും. ഇപ്പോൾ ഈ മൊത്തം നിയമത്തെയും പ്രവചനങ്ങളെയും അല്ലെങ്കിൽ തോറയെയും നബീമിനെയും ചേർത്തിണക്കിക്കൊണ്ട് ഈശോ പറയുകയാണ്, സ്നേഹിക്കുക. മറ്റുള്ളവർ നിങ്ങളോട് പെരുമാറണമെന്ന് ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾ മറ്റുള്ളവരോടും സ്നേഹത്തോട് പെരുമാറുന്ന ആ പ്രക്രിയ വിളിക്കുന്ന പേരാണ് നിയമവും പ്രവാചകന്മാരും. അതിലടങ്ങിയിരിക്കുന്നില്ല. ഗോൾഡൻ റൂൾ എന്ന് വിളിക്കുന്നത് അതുകൊണ്ടാണ്. ഈ ഗോൾഡൻ റൂൾ അല്ലെങ്കിൽ സുവർണ്ണ നിയമം തന്നെ വിളിക്കുന്നു. എന്താണ് പക്ഷേ ആ സുവർണ്ണ നിയമം? ഈശോ പറയുന്നുണ്ട്, പരമപ്രധാനമായൊരു കൽപ്പന ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നു, അത് സ്നേഹമാണ്. അപ്പോൾ ഇതിങ്ങനെ വളരെ കണക്റ്റഡാണ് ഈ രണ്ട് വചനഭാഗങ്ങൾ നമ്മൾ നോക്കുമ്പോൾ. അതെന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ സീക്കിങ് ദ ഫേസ് ഓഫ് ഗോഡ്, സീക്കിങ് ദ ഫേസ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കുക. കർത്താവെ അങ്ങയുടെ തിരുമുഖം അന്വേഷിക്കുന്നുള്ള തലമുറയാകുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കുക. ഈ നഥാനിയലിനെ കുറിച്ച് ഈശോ പറഞ്ഞു, നീ അത്തിമരത്തിൻ്റെ ചൂട്ടിലാകുമ്പോൾ നിന്നെ ഞാൻ കണ്ടു. അവൻ പ്രാർത്ഥനയിലൂടെ ദൈവത്തിൻ്റെ തിരുമുഖം അന്വേഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അതാണ് ഈശോ അവൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നത്. എന്നിട്ട് ഈശോ അവനോട് പറയുക, ഇതാ ഒരു നിഷ്കപടനായ യഥാർത്ഥ ഇസ്രായേൽക്കാരൻ, അവൻ എൻ്റെ മുഖം തിരഞ്ഞുകൊണ്ടിരിക്കുക, നീ ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ കാണാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഈശോയോട് പറയുന്നുണ്ട്. അപ്പം ഇങ്ങനെ ദൈവത്തിൻ്റെ തിരുമുഖം അന്വേഷിക്കുന്ന ഒരു പ്രക്രിയയിൽ ഏർപ്പെടുന്ന വ്യക്തി എങ്ങനെ ഈ തിരുമുഖം അന്വേഷിക്കാൻ സാധിക്കുക? വ്യക്തമായിട്ട് ഈശോ പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട്, അത് സ്നേഹത്തിൻ്റെ ഒരു പ്രാക്ടിക്കൽ സൈഡ് എന്ന് പറയപ്പെടുന്ന കാരുണ്യത്തിലൂടെ. എനിക്ക് വിശന്ന് നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു, ദാഹിച്ച് കുടിക്കാൻ തന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഈശോ അവസാനം പറയുന്നത്, എളിയവരിൽ ഒരുവന് നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് നിങ്ങൾ ചെയ്തത്. നിങ്ങൾ എൻ്റെ മുഖം അവരിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സ്നേഹത്തോടുകൂടി നീ ഒരാളെ നോക്കുമ്പോൾ, കരുണയോടുകൂടി നീ ഇടപെടൽ നടത്തുമ്പോൾ നീ എൻ്റെ മുഖം അന്വേഷിച്ചുകൊണ്ടിരിക്കുക. കാരുണ്യ പ്രവൃത്തി. നമ്മൾ പറഞ്ഞു സീക്കിങ് ദ പവർ ഓഫ് ഗോഡ്, മോസസ്, അത് ഉപവാസമാണ്. സീക്കിങ് ദ മൈൻഡ് ഓഫ് ഗോഡ്, സീക്കിങ് ദ മൈൻഡ് ഓഫ് ഗോഡ് പ്രാർത്ഥന, അത് എലിയയാണ്. എന്നാൽ സീക്കിങ് ദ ഫേസ് ഓഫ് ഗോഡ് അത് സ്നേഹമാണ്, കരുണയാണ്, അത് ഈശോയാണ്. ഈ തപസ്സാചരണത്തിലെ 3 പ്രക്രിയകളാണ് കാരുണ്യം, പ്രാർത്ഥന, ഉപവാസം. അതിൻ്റെ ഓർഡർ അങ്ങനെ തന്നെ. ആ 1ാം സ്ഥാനം കരുണയ്ക്കാണെങ്കിൽ ആ 1ാം സ്ഥാനം ഈശോയ്ക്ക് തന്നെ, സീക്കിങ് ദ ഫേസ് ഓഫ് ഗോഡ് എന്നുള്ളത്. 2ാം സ്ഥാനം പ്രാർത്ഥനയ്ക്കുള്ളതാണ്, സീക്കിങ് ദ മൈൻഡ് ഓഫ് ഗോഡ്, അത് എലിയയുടെയാണ്. സീക്കിങ് ദ പവർ ഓഫ് ഗോഡ്, ഫാസ്റ്റിംഗ്, ഉപവാസം എന്ന് പറയുന്നത് മോശയുടേതാണ്. നമ്മൾ എന്നെ വായിച്ചെടുക്കേണ്ടതായിട്ടുള്ളത്. അപ്പം ഇങ്ങനെ ഈ സീക്കിങ് ദ ഫേസ് ഓഫ് ഗോഡ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഈശോയുടെ മുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശോ ഒരു കാര്യം പറയുന്നുണ്ടല്ലോ, എന്നെ കാണുന്നവൻ, പീലിപ്പോസെ, എന്നെ കാണുന്നവൻ എൻ്റെ പിതാവിനെ കാണുന്നു. ഇപ്പം എൻ്റെ മുഖമാണ് നീ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ നീ എൻ്റെ പിതാവിനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചില പെയിൻറ്റിങ്ങുകളൊക്കെ ഉണ്ട്, പിതാവും പുത്രനും ഈ രണ്ടുപേരും ഒരേ മുഖത്തോടുകൂടി ഇരിക്കുന്ന, ഈശോയും പിതാവായ ദൈവം കൊണ്ടിരിക്കുന്ന ഒരു പെയിൻറ്റിങ് ഒക്കെ ഉണ്ട്. അങ്ങനെ ഒരു പുസ്തകത്തിൻ്റെ പ്രൊജക്റ്റിൽ നമുക്ക് കാണാൻ, ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കാണാൻ സാധിക്കും. ഇങ്ങനെ 3 പേരും, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും, 3 നമ്മൾ കണ്ടാൽ ഈശോയാണെന്ന് വിചാരിക്കും. പക്ഷെ 3
ഒരാൾ തന്നെ എന്ന രീതി, മൂന്നും ഒരേ മുഖത്തോടു കൂടിയുള്ളതാണ്. മൂന്ന് വ്യക്തികളാണ്, പക്ഷെ മൂന്നും ഒരേ മുഖത്തോടു കൂടിയിരിക്കുന്ന ആളുകളായിട്ടുള്ള പെയിൻറ്റിങ്ങുകളൊക്കെ ചില ആർട്ടിസ്റ്റുകൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. എന്താണെങ്കിലും എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു എന്ന് ഈശോ പറയുകയാണ്. അപ്പോൾ എന്നെ കാണണമെങ്കിലോ മനുഷ്യൻ്റെ മുഖത്തേക്ക് നോക്കുക. മനുഷ്യരിലേക്ക് നീ നോക്കുമ്പോൾ എന്നെ നീ കാണും, എന്നെ നീ കാണുമ്പോൾ പിതാവിനെ നീ കാണും. അപ്പോൾ സീക്കിങ് ദ ഫേസ് ഓഫ് ഗോഡ് ഇൻ മാൻ, മനുഷ്യനിൽ തന്നെ ദൈവത്തിൻ്റെ മുഖം തിരയുക എന്നതാണ് സ്നേഹം, എന്നതാണ് കരുണ എന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുക. അതാണ് വളരെ മനോഹരമായിട്ട് ഈ സുവിശേഷ ഭാഗത്ത് ഈ രൂപാന്തരീകരണത്തിൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ 3 കാര്യങ്ങൾ പഠിപ്പിക്കുക. ഈ 3 കാര്യങ്ങൾ യഥാർത്ഥത്തിൽ നമ്മൾ ഈ മരുഭൂമിയിൽ കണ്ട 3 കാര്യങ്ങളുടെ മറികടക്കുന്നത് തന്നെയാണ്. അതായത് വചനം കൊണ്ടാണ്, അപ്പം കൊണ്ടല്ല, വചനം കൊണ്ടാണ് ജീവിക്കുന്നത് പറയുമ്പോൾ അത് തോറയാണ്. സീക്കിങ് ദ പവർ ഓഫ് ഗോഡ് എന്ന് പറയുന്നത് അപ്പം മാറ്റി വെച്ചിട്ട് വചനത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഉപവാസത്തിലൂടെ ദൈവത്തിൻ്റെ വലതുകരത്തിൻ്റെ ശക്തി തിരിച്ചറിയുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. രണ്ടാമത് ഈ ഫേസ് ഓഫ് ഗോഡ്, സീക്കിങ് ദ ഫേസ് ഓഫ് ഗോഡ് എന്നൊക്കെ പറയുന്ന ആരാധന, രണ്ടാമത്തെ പ്രലോഭനം അങ്ങനെയാണല്ലോ, ആരാധനയുമായിട്ട് ബന്ധപ്പെട്ട ആരാധന നടത്തുമ്പോഴത്തേക്ക് അത് എന്നെ ആരാധിച്ചാൽ ഇത് മൊത്തം തരാമെന്നൊക്കെ പറയുന്ന സാത്താനെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈശോ പറയുകയാണല്ല, ആ സ്നേഹത്തിലൂടെ കരുണയിലൂടെയൊക്കെ ദൈവത്തിൻ്റെ തിരുമുഖം ദർശിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക, ദൈവത്തെ മാത്രം ആരാധിക്കുക എന്ന് പറയുന്നൊരു സംഭവം സ്നേഹമാണ് യഥാർത്ഥ ആരാധന എന്ന് പറയുകയാണ്. ലവ് ആൻഡ് ലവ്. മൂന്നാമത്തത് ലിറ്റർജി എന്ന് പറയപ്പെടുന്നൊരു കാര്യമാണ് നമ്മൾ കാണുന്നത്. ഇതിങ്ങനെ അത്ഭുതങ്ങൾ കാണിക്കുക, മുകളിൽ നിർത്തി താഴേക്ക് ആടുമ്പോഴത്തേക്ക് നിന്നെ താങ്ങാനായിട്ട് മാലാഖമാർ വരുമെന്നൊക്കെ എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ പറയും ദൈവത്തെ പരീക്ഷിക്കരുത്, നിൻ്റെ പ്രാർത്ഥനകളൊന്നും ദൈവത്തെ പരീക്ഷിക്കുന്നതാകാതിരിക്കട്ടെ, അവൻ്റെ മനസ്സറിയുന്നതാവട്ടെ. അതാണ് സീക്കിങ് ദ മൈൻഡ് ഓഫ് ഗോഡ് എന്ന് പറയുന്നത്, ഏലിയ എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെ ആ 3 പ്രലോഭനങ്ങൾ എന്തായിരുന്നോ അതിന് കൃത്യം പാരലായിട്ടാണ് ഈ 3 പേര് നിൽക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിന് 3 എങ്ങനെ പരിഹരിക്കണമെന്ന് ഇവർ പഠിപ്പിച്ചിരുന്നതാണ് കാരുണ്യം, പ്രാർത്ഥന, ഉപവാസം എന്നതാണെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നീതീകരണ വിശ്വസ്തത എന്നൊക്കെ പറയുന്നതും ഇത് 3 തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇതിൻ്റെ 3ൻ്റെയും കൃത്യമായ പാരലായിട്ട് നമുക്ക് സമയത്തിൻ്റെ പരിമിതി പോലും വിശദീകരിക്കുന്നില്ല, പക്ഷേ ഇതിൻ്റെ കൃത്യം പാരലായിട്ട് തന്നെയാണ് വിശ്വാസം, ശരണം, ഉപമി എന്ന് പറയപ്പെടുന്ന 3 കാര്യങ്ങൾ നിലനിൽക്കുന്നതെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ 3 വ്യക്തികളുമായിട്ട് കണക്റ്റഡ് തന്നെയാണത്. നമുക്ക് എന്താണെങ്കിലും ഈ 2ാമത്തെ ആഴ്ചയിലേക്ക് പ്രവേശിക്കുമ്പോൾ തപസ്സാചരണത്തിൻ്റെ 3 ധർമ്മങ്ങളെ കുറേ കൂടി അർത്ഥപൂർണമായിട്ട് ആചരിക്കുവാനും, ആചരിക്കാമെന്ന് പറയപ്പെടുന്നതിനേക്കാൾ ഉപരി ജീവിക്കാനായിട്ട് ഈ 3 കാര്യങ്ങൾ കുറേ കൂടി മനോഹരമായിട്ട് ജീവിക്കാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ 3 കൂടാരങ്ങളാണ് പണിയാവുന്ന പത്രോസ് പറയുന്നു. ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയായ്ക്ക്, ഒന്ന് നിനക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഈശോ പറയുക, 3 കൂടാരങ്ങൾ നിർമ്മിക്കാം. ഈ താബോറിൽ ചെല്ലുമ്പോൾ നമുക്ക് ഈ 3 കൂടാരം, ഒരു പള്ളിക്കകത്ത് 3 കൂടാരങ്ങളൊക്കെ ചെയ്തിട്ട് 3 ഇങ്ങനെ കൂടാരങ്ങൾ ചെയ്തിട്ടാണ് ഈ മോശയുടെ രൂപം ഇരിപ്പുണ്ട്, ഏലിയായുടെ രൂപം ഇരിപ്പുണ്ട്, നമുക്ക് ഈശോ ഇരിപ്പുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ ആ താബോറിൽ ഇപ്പോൾ ചെല്ലുകയാണെങ്കിൽ വളരെ മനോഹരമായൊരു സ്ഥലം, അതിൻ്റെ മുകളിലായിട്ട് ഈ പള്ളിക്കുള്ളിൽ ഇങ്ങനെ 3 കൂടാരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ തപസ്സാചരണത്തിന് 3 കൂടാരങ്ങളുണ്ട്. ഈ 3 കൂടാരങ്ങളിലും നമ്മൾ പ്രവേശിക്കണം. പക്ഷേ ഓർക്കുക, ഈ ബാക്കി നിൽക്കുന്ന 2 കൂടാരങ്ങളെ അർത്ഥപൂർണ്ണമാക്കുന്നത് നടുക്ക് നിൽക്കുന്ന സ്നേഹത്തിൻ്റെ കൂടാരമാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടായിരിക്കണം. സ്നേഹത്തിൻ്റെ കണ്ണുകൊണ്ട് നിയമത്തെയും പ്രവചനങ്ങളെ, അല്ലെങ്കിൽ കർത്താവിൻ്റെ ഹൃദയത്തെയും തിരിച്ചറിയാൻ വായിക്കാനുള്ളൊരു ശ്രമമാണ് നമ്മൾ നടത്തേണ്ടത് തപസ്സാചരണത്തിൽ. തപസ്സാചരണത്തിൻ്റെ മനോഹരമായ അർത്ഥതലങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ആചരിക്കുവാനായിട്ട് ഈ രൂപാന്തരീകരണത്തിൻ്റെ പാഠം നമ്മളെ സഹായിക്കട്ടെ.